ഡൽഹിയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കൽക്കാജി. മുഖ്യമന്ത്രി അതിഷിയെ നേരിടാൻ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയും ബിജെപിയുടെ മുൻ MP രമേശ് ബിദുടിയും എത്തിയതോടെ ഇവിടെ മത്സരത്തിന് വീറും വാശിയും വളരെ കൂടുതലാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉറപ്പാണെന്നും കൽക്കാജിയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അതിഷി ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരെ മുറുകുന്നതിന് മുൻപേ വാർത്തകളിൽ ഇടം നേടിയ മണ്ഡലം. അത് മുഖ്യമന്ത്രി അതിഷി മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് മാത്രമല്ല, അതിഷിക്കെതിരെ BJP സ്ഥാനാർത്ഥി രമേശ് ബിദുടി നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കൂടിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ കൂടി എത്തിയതോടെ തീപ്പൊരി പോരാട്ടമാണ് കൽക്കാജിയിൽ. കേജ്രിവാൾ ഒറ്റയ്ക്ക് അധികാരം പിടിച്ച 2015 മണ്ഡലം ആദ്യമായി ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം നിന്നത്. ആം ആദ്മി സർക്കാരിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന അതിഷിയുടെ നിയമസഭയിലേക്കുള്ള കന്നിയംഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം അതിഷിയെ തുണച്ചു. അതിഷി പിന്നീട് മന്ത്രിയും മുഖ്യമന്ത്രിയുമായി. അതിഷിക്ക് കൽക്കാജിയിൽ 2ാം അംഗമാണ്. ഇത്തവണ പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ പരിശ്രമം. ഇത്തവണയും കൽക്കാജി തുണയ്ക്കുമെന്നും ആം ആദ്മി പാർട്ടി ഭരണ തുടർച്ച നേടുമെന്നും അതിഷി ന്യൂസ് 18നോട്. ഡൽഹി രാഷ്ട്രീയത്തിൽ ഏറെ നാളായെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബയ്ക്ക് കൽക്കാജി പുതിയ തട്ടകമാണ്. 2003 മോത്തി നഗറിൽ നിന്ന് മത്സരിച്ച അൽക്ക 2015 MLA ആയത് ചാന്ദിനി ചൌക്കിൽ നിന്ന് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ. കോൺഗ്രസിൽ മടങ്ങിയെത്തി മഹിളാ കോൺഗ്രസിൽ നയിക്കുന്ന അൽക്കയെ ഇത്തവണ പാർട്ടി നിയോഗിച്ചത് PCC അധ്യക്ഷനായിരുന്ന സുഭാഷ് ചോപ്ര പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം പിടിക്കാൻ. ഡൽഹിയിൽ ആദ്യം ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി താനാകുമെന്ന ആത്മവിശ്വാസമാണ് അൽക്ക ലാംബ പങ്കുവയ്ക്കുന്നത്. Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern, with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. കൽക്കാജി ഉൾപ്പെട്ട സൗത്ത് ഡൽഹി MP ആയിരുന്നു രമേശ് ബിദുടി. മണ്ഡലത്തിൽ പരിചിത മുഖം. അതുകൂടി കണക്കുകൂട്ടിയാണ് ബിദുടിയെ BJP കൽക്കാജിയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. പോരാട്ടം കടുത്തതോടെ അതിഷിക്കായി അരവിന്ദ് കേജ്രിവാൾ തന്നെ അവസാന ദിവസം പ്രചാരണത്തിനിറങ്ങി. KP ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18.